എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൽ നമ്മൾ ഗോതമ്പ് പൊടിയോ മൈദയോ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ചേരുവകളാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തികച്ചെടുത്തിട്ടില്ല. അപ്പോൾ തികച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റോൾഡ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പിലുള്ള ഓട്സും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അതിൽ നിന്നും ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടെന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കി നമ്മൾ പൊടിക്കാതെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഈ ഒരു പൊടി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കേക്ക് കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ആപ്പിൾ തൊലി കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ഈന്തപ്പഴം, അതായത് ഡേറ്റ്സ് ഒന്ന് പൊടിയായിട്ട് അരി കളഞ്ഞിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഓട്സിൻ്റെ പൊടിയിൽ നിന്ന് ഒരു 2-3 സ്പൂൺ എടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഓട്സിൻ്റെ കൂടെ ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിളിന് പകരം പഴം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പട്ട പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്, സിനമൺ പൗഡർ. അപ്പോൾ നമ്മളിതിൽ വാനില എസൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സിനമൺ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വാൾനട്ട് ഒന്ന് പൊടിയായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്നത് മിക്സിയിലാണ്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര എന്ന് പറയുമ്പോൾ ഇട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും എടുക്കാവുന്നതാണ്. വെജിറ്റബിൾ ഓയിലിനെക്കാട്ടിലും ഹെൽത്തി ബട്ടറും അതുപോലെ തന്നെ നെയ്യും ഒക്കെയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രീമി ആവുന്ന വരെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മുട്ടയുടെ ആ ഒരു കൂട്ടിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഓട്സ് ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും ഡേറ്റ്സും അതുപോലെ തന്നെ വാൾനട്ടും അതിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഓട്സ് അവസാനം ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു കേക്ക് ഓവനില്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ബേക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ആവിയിൽ പുഴുങ്ങിയിട്ടും എടുക്കാവുന്നതാണ്. ആവിയിൽ പുഴുങ്ങുന്ന കേക്ക് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. അവസാനമായിട്ട് നമ്മൾ ആ ഒരു ഓട്സും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മൊത്തവും നിങ്ങൾക്ക് പൊടിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു സെറാമിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഓവൻ ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കിത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് നമ്മൾ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ കേക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ സമയം എടുക്കും. ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഒന്ന് നോക്കി. അപ്പോൾ കുറച്ചുകൂടെ ആവാനുണ്ട്. വീണ്ടും ഞാനൊരു 15 മിനിറ്റ് കൂടി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 45 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് എടുത്തിട്ടുള്ളത്. ഓരോ ഓവൻ്റെ സമയം അനുസരിച്ചിട്ടും ടെമ്പറേച്ചർ അനുസരിച്ചിട്ടും ഇത് വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. 30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക വെന്തോന്ന്. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടിത് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചൂടോടെ തന്നെ ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. പക്ഷേ നമ്മൾ സാധാരണ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ പോലെ അങ്ങനെ ഇത് റൈസായൊന്നും വരില്ല. കാരണം ഇതിൽ ഗ്ലൂട്ടനൊക്കെ വളരെ കുറവാണ് ഓട്സിൽ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
നല്ല ടേസ്റ്റാണ്, കേക്കിൻ്റെ അതേ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇതിൽ വൈറ്റ് ഷുഗറോ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റുള്ള ഓട്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടെ നമ്മൾ ആപ്പിളും ഡേറ്റ്സ് നട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനാണ്. അപ്പോൾ ഡയറ്റിംഗ് ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ചെറിയൊരു പീസ് കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്